ഹലോ, ഗുഡ് ഈവനിങ്. അപ്പോൾ ഇന്ന് ഞാനൊരു നിങ്ങൾക്ക് എഗെയിൻ ചെറിയ കഥയായിട്ടാണ് വന്നിരിക്കുന്നത്. വലിയ സംഭവമായിട്ടുള്ള കഥയൊന്നുമല്ല, നല്ല കുഞ്ഞു കഥ, നല്ല മീനിങ്ങുള്ളൊരു കഥയാണ്. കഥയുടെ അർത്ഥമാണ് ദാൻ ക അർത്ഥ്. ഹിന്ദിയിലുണ്ടൊരു പേര്. ദാൻ എന്ന് പറഞ്ഞാൽ ദാനം ചെയ്യുക, ഓർ ധർമ്മം ചെയ്യുക. അപ്പം അതിൻ്റെ അർത്ഥം അതാണ് മലയാളം ട്രാൻസ്ലേഷൻ വരിക. അപ്പോൾ കഥ എങ്ങനെ തുടങ്ങുന്നത് വെച്ചാൽ, ഒരു സേഠ് ജി ആണ് ആ സംഭവം. സേഠ് ജി എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ലേ, ഈ എന്താ പറയുക, രാജസ്ഥാനിൽ നിന്നൊക്കെ വന്ന് നോർത്ത് ഇന്ത്യൻസ് വന്ന് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെ സേഠ് ജി, എസ്പെഷ്യലി രാജസ്ഥാനായി തോന്നുന്നു എനിക്ക്. അപ്പോൾ ഒരു സേഠ് ജി വന്നിട്ട് നമ്മുടെ ഗാന്ധിജീൻ്റെ അടുത്ത് വന്നിട്ട് ആരോപിക്കുകയാണ്, സങ്കടം പറയുകയാണ്. അപ്പോൾ എന്താ സങ്കടം പറയുന്നത് വെച്ചാൽ, ഇത് നോക്കൂ, ഈ ലോകം എത്ര നന്ദിയില്ലാത്ത ആൾക്കാരാണ് നോക്കൂ. ഞാനാണ് അവർക്ക് അവിടെ ഒരു ധർമ്മശാല, ഒരു സ്ഥലം ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ട് പറയാം, ഞാനാണ് അവർക്ക് ആ ധർമ്മശാല കെട്ടിക്കൊടുത്തത്. ധർമ്മശാല കെട്ടിക്കൊടുത്ത ശേഷം, ധർമ്മശാല മീൻസ് സത്ര കേട്ടോ, അത് കെട്ടിക്കൊടുത്ത ശേഷം അവർ എന്തിപ്പോൾ എന്നെ ചെയ്തു എന്ന് വെച്ചാൽ, അതിൻ്റെ മാനേജിങ് കമ്മിറ്റിയിൽ നിന്ന് എന്നെ ഒഴിവാക്കി. എത്ര നന്ദിയില്ലാത്ത ആൾക്കാരാണെന്ന് നോക്കുക അവർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ട് ഇരിക്കുകയായിരുന്നു. ഞാനത് കെട്ടണ മുന്നേ അവിടെ ആ സ്ഥലം ആർക്കും വേണ്ടിയിരുന്നില്ല. അത് കെട്ടി കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാർ അതിൻ്റെ മേലുള്ള അധികാരവും പറഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സേഠ് ജി ഗാന്ധിജിനോട് സങ്കടം പറയുക. അപ്പോൾ ഗാന്ധിജി കുറേ നേരം മിണ്ടാതിരിക്കും. മിണ്ടാതെ നിന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ ആലോചിക്കും. ആലോചിച്ചിട്ട് ഗാന്ധിജി പറയും, ഉത്തരം പറഞ്ഞു കൊടുക്കും. സേഠ് ജി, എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ദാനത്തിൻ്റെ അർത്ഥം ശരിക്കും അറിയില്ല തോന്നുന്നു പറയും. അപ്പം ഇങ്ങനെ സേഠ് ജി കേട്ടുകൊണ്ടേയിരിക്കും. കാരണം നിങ്ങൾ ദാനം കൊടുത്തതാണെങ്കിൽ നിങ്ങൾ തിരിച്ചും അതിനൊന്നും ആഗ്രഹിക്കില്ലായിരുന്നു. ഓക്കെ, നമ്മൾ അതിനെ തിരിച്ചെന്തെങ്കിലും ആഗ്രഹിച്ചാൽ അത് ദാനമല്ല, അത് വ്യാപാരമാണ്, അല്ലെങ്കിൽ ബിസിനസ്സാണ്. ആ ബിസിനസ് ആവുമ്പോൾ ചിലപ്പോൾ ലാഭം ഉണ്ടാവും, ചിലപ്പോൾ നഷ്ടം ഉണ്ടാവും, അല്ലേ? അപ്പം ലാഭം മാത്രം പ്രതീക്ഷിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾ ശരിയായിട്ട് ദാനമാണ് നിങ്ങൾ കൊടുത്തത് വെച്ചാൽ പിന്നെ അതിന് ഒന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. നഷ്ടമില്ല, ലാഭമില്ല, അതിൽ ഒന്നും പ്രതീക്ഷിക്കേണ്ട, കൊടുത്തു കഴിഞ്ഞു. പക്ഷേ നമ്മൾ അതിന് എന്തെങ്കിലും പ്രതീക്ഷിച്ചും കൊണ്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അത് പിന്നെ എന്താ പറയുക, ദാനമല്ല, അതിനെന്താ പറയുക, വ്യാപാരം എന്നാണ് പറയുക. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ദാനത്തിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയില്ല തോന്നുന്നു എന്ന് പറയും. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ സേഠ് ജിക്ക് കാര്യം മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതിനെന്താ മോറൽ? ഒരൊറ്റ മോറലുള്ളൂ, നമ്മൾ ആർക്കെങ്കിലും ഒരു ഉപകാരം ചെയ്യുമ്പോൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കരുത്, അല്ലേ? നമുക്കുള്ള ഉപകാരം വേറൊരാൾ ചെയ്യും, അത്രയേ ഉള്ളൂ. അതാണ് ഇതിൻ്റെ മോറൽ. ഓക്കെ, അപ്പോൾ കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, പിന്നെ കമൻറ്റ് ചെയ്യൂ. എനിക്ക് ശരി, വേറെ ഒന്നുമില്ല, എന്തോ പറയണമെന്ന് വിചാരിച്ചു, ഞാൻ പറയില്ല. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ വീണ്ടും പറയണം, സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ബൈ ബൈ.